ബിഗ് ബോസ് മലയാളം സീസൺ 7 12 ആഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ ഇത് തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് തിങ്കളാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ ഇത് അവസാനിക്കാൻ വയ്യാണ്. അവസാന നിമിഷ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ ആരൊക്കെയാണ് വോട്ടിംഗ് വൻ തകർച്ച നേരിട്ടിരിക്കുന്നതും ആരൊക്കെയാണ് വോട്ടിംഗ് വൻ കുതിപ്പുമായിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് തുടരാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് ആദ്യ മണിക്കൂർ വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്, അതുകൊണ്ട് ഇതിൽ മാറ്റങ്ങൾ വരാം. ഇതൊക്കെയുള്ള 9 പേര് അവശേഷിക്കുന്ന ബിഗ് ബോസ് ഹൗസിൽ ഇനി 7 പേരാണ് ബാക്കിയുള്ളത്. 7 പേരാണ് ഇത്തവണ നോമിനേഷന് വന്നിരിക്കുന്നത്. 7 പേര് നോമിനേഷൻ വന്നിരിക്കുന്ന നല്ല ശക്തരായിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ്. എന്തൊക്കെയാണ് ഈ ആഴ്ച 2 പേര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇനി ബിഗ് ബോസ് ടോട്ടലി 3 ആഴ്ച മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് ഫിനാലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിമനോഹരമായിട്ട് പറഞ്ഞ ഈ ആഴ്ച ആദ്യ മണിക്കൂർ വോട്ടിങ്ങിന് ശേഷം വോട്ടിംഗ് വൻ കുതിപ്പ് നേടി വോട്ടിംഗ് 1ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്ന അനീഷേട്ടൻ തന്നെയാണ്. 12,854 വോട്ടുകൾ സ്വന്തമാക്കാൻ അനീഷേട്ടന് സാധിച്ചപ്പോൾ 2ാം സ്ഥാനത്ത് അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത്. 9,836 വോട്ടുകൾ സ്വന്തമാക്കാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇരുവരും ഈ ഒരു സീസണിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റായിട്ട് മാറുമ്പോൾ 3ാം സ്ഥാനത്ത് നൂറയാണ് കാണാൻ സാധിക്കുന്നത്. ആതിര ഇവിക്ഷൻ നോമിനേഷനിൽ വരാത്ത ഈ ഒരാഴ്ച ആതിരയുടെ സപ്പോർട്ട് കൂടി നൂറയ്ക്കുണ്ട്. നൂറയുടെ വോട്ട് 7,632 എന്ന് പറയുന്ന സ്ഥിതിയിലോട്ട് നിൽക്കുമ്പോൾ 4ാം സ്ഥാനത്ത് ആര്യനെയാണ് കാണാൻ സാധിക്കുന്നത്. 7,208 വോട്ടുകളുമായിട്ട് ആര്യൻ വൻ കുതിപ്പ് തന്നെ ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ നടത്തുമ്പോൾ 5ാം സ്ഥാനത്ത് ഇതാ ഞെട്ടിച്ചിരിക്കുന്നത് അക്ബറിക്കയാണ്. അക്ബറിക്ക് ആര്യനൊക്കെ തമ്മിൽ നേരിയ വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഒരുപക്ഷെ വരും മണിക്കൂർ അക്ബറിക്കൊക്കെ വൻ അട്ടിമറികൾ നടത്താം. 6,914 വോട്ടുമായിട്ട് 5ാം സ്ഥാനത്ത് അക്ബർ നിൽക്കുമ്പോൾ 6ാം സ്ഥാനത്ത് സൗമാനാണ് സേഫ് ഗെയിമായിട്ട് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ആ സൗമാൻ്റെ സേഫ് ഗെയിമൊക്കെ നെവിൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. സൗമാന് 6,534 വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണിൽ നെവിനാണ് നിൽക്കുന്നത്. നെവിൻ്റെ പൊസിഷൻ 7ാമതാണ്. നെവിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന വോട്ട് 5,872 എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ മാത്രമാണ് നെവിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു നിലയിൽ പോവുകയാണെങ്കിൽ ഈ ആഴ്ച എവിക്റ്റായി പുറത്തു പോകാൻ സാധ്യത നെവിനാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച അൺഒഫീഷ്യൽ പോളിങ്ങിലെല്ലാം തന്നെ നമ്മുടെ നെവിനായിരുന്നു വോട്ടിംഗ് കുറവ്. പക്ഷേ ബിഗ് ബോസിൻ്റെ കണക്കനുസരിച്ച് ലക്ഷ്മിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കുറവ്. അതുകൊണ്ട് ലക്ഷ്മി ബിഗ് ബോസ് ഹൗസ് തൊട്ട് പുറത്തു പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടാണ്. എന്തൊക്കെയാണോ അതുപോലെ ആകുമോ ഈ ആഴ്ച നിന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും. എന്തൊക്കെയാണ് ബിഗ് ബോസിൻ്റെ പ്രിയപുത്രന്മാരായിട്ടുള്ള ആര്യനും അക്ബറും നെവിനൊക്കെ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട്. കാത്തിരിക്കാം വരും മണിക്കൂറുള്ള നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുന്ന ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ ആരാണോ മികച്ച ഗെയിമർ നോക്കി അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.